ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മൈവി3 ആഡ്സ് എന്ന കമ്പനിയിൽ ഇപ്പോൾ KYC എന്ന ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് കമ്പൽസറി ആയതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പണ ഇടപാടുകളൊന്നും നടക്കാൻ സാധിക്കത്തില്ല, ചെയ്യാൻ സാധിക്കത്തില്ല. പണം ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലാതെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയോ ഒന്നും ഇപ്പോൾ ഇലക്ഷന്റെ സമയത്ത് സാധ്യമല്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ നമുക്ക് KYC അപ്ഡേഷൻ കൂടെ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ നമ്മുടെ കമ്പനി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേർക്ക് KYC എന്താണ് പെട്ടെന്ന് അവരിപ്പോൾ കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, KYC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് KYC എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ അല്ലെങ്കിൽ നോ യുവർ ക്ലയന്റ്. ഏത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയയാണ് KYC. അതായത് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ബാങ്കിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് KYC. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും കമ്പനി ചോദിക്കുക. അപ്പോൾ നമ്മുടെ മൈവി3യുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പാൻ കാർഡിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിന്റെ നമ്പർ ക്ലിയർ ആയിട്ട് കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ മൈവി3 KYC അപ്ഡേറ്റ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ പൂർണ്ണമായിട്ട് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കാം. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ പാൻ കാർഡിന്റെ ഫോട്ടോയുടെ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കണം. അതായത് ഡയറക്റ്റ് ഫോട്ടോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്താൽ വലിയ ഒരു സൈസ് ആയിരിക്കും അതിലുണ്ടാകുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാട്സാപ്പ് മൂലം സെൻഡ് ചെയ്തെടുത്ത് അതിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് കംപ്രസ് ആയി കുറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം അതിന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോഴും അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിരിക്കും. എങ്ങനെ തന്നെ ആയാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ക്വാളിറ്റി കുറഞ്ഞിരിക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് വഴിയെ നോക്കാം. വളരെ ക്ലിയർ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാനിവിടെ കാണിക്കാം. അതുപോലെ വളരെ വ്യക്തമായിട്ട് ചെയ്യുക, യാതൊരു മിസ്റ്റേക്കും വരുത്തരുത്. പിന്നീട് അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല. നമുക്ക് എനഫ് ടൈം ഉണ്ട്. നമുക്ക് അടുത്ത വിഡ്രോ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ എടുത്ത് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് വളരെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് പതുക്കെ ചെയ്താൽ മതി. അതും OM മെമ്പേഴ്സ് BM മെമ്പേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. BM പിന്നിന് ശേഷം വരുന്ന SM മുതലുള്ള ഏത് പ്ലാൻ ചെയ്തവർക്കും KYC അപ്ഡേറ്റ് കമ്പൽസറിയാണ്. അതുകൊണ്ട് വളരെ നോക്കി കണ്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഇവർ ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ പേര്, പാൻ കാർഡ് നമ്പർ, പിന്നെ പിക്ചർ ഉണ്ടല്ലോ, പാൻ കാർഡിൻ്റെ പിക്ചറെല്ലാം സബ്മിറ്റ് ചെയ്ത് OTP ഒക്കെ വെച്ചിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ID പ്രൂഫ് ഇമേജ് കാൻ ബി empty എന്ന് കാണിച്ചു. അതായത് ID പ്രൂഫിൻ്റെ ഇമേജ് empty ആയിരിക്കാൻ പാടില്ല, അവിടെ പിക്ചർ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് സൈസ് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈസ് കുറച്ച് വെക്കുക. അതിന് ഞാനിവിടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു റിവ്യൂ കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റ് വഴിയാണ് ഞാൻ എൻ്റെ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്തത്. ഞാൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞതുപോലെ വാട്സാപ്പ് വഴി സെൻഡ് ചെയ്തെടുത്തു, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. പക്ഷേ സൈസ് കൂടുതലായിരുന്നു. അതിനെ ഞാൻ 50 KB താഴെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചത്. ഇതിൽ സൈസ് കുറയ്ക്കേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കംപ്രസ് ഫയൽ ടു 50 KB എന്ന് അടിച്ചിട്ട് കംപ്രസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴെ വന്നിട്ടുണ്ടായിരുന്ന ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു 49 സംതിങ് KB ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ താഴെ കാണിക്കുന്ന പോലെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുണ്ടായത്. അതിനുശേഷം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് സബ്മിറ്റായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇനി എങ്ങനെയാണ് KYC ഫോം അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് വഴിയാണ് കാണിക്കാൻ പോകുന്നത്. അത് കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും വഴി നിങ്ങളുടെ ഇമേജിൻ്റെ സൈസ് ഒരു 100 KB ഉള്ളിലാക്കി വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലെ മുകളിലത്ത് 3 വരെ ടൈപ്പ് ചെയ്യുമ്പം നിങ്ങൾക്ക് അവിടെ KYC എന്നൊരു ഓപ്ഷൻ കാണും. ആ KYC ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങളുടെ യൂസർ നെയിം, മൊബൈൽ നമ്പർ ഓൾറെഡി അതിലുണ്ടായിരിക്കും. പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ പാൻ കാർഡിലെ പേര് നമ്മൾ പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പാൻ കാർഡിലുള്ള നമ്പർ പ്രോപ്പറായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡിൻ്റെ നമ്പറിൽ യാതൊരു വിധമായ മിസ്റ്റേക്കും വരുത്തരുത്. സമയമെടുത്ത് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ
ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡും അതിൻ്റെ മുകളിലായിട്ട് KYC സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾ KYCയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണും. അതായത് 48 മണിക്കൂറോ എന്തോ ആണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. എന്തായാലും 2 ദിവസം വെയിറ്റ് ചെയ്യുക. അത് സക്സസ്ഫുള്ളായിട്ട് വെരിഫൈ ആയത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്.